KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക്. ഗവൺമെന്റ് തയ്യാറാകണം. മുഖ്യമന്ത്രി ഇത്തരം തെറ്റായ സംഭവങ്ങളെ ന്യായീകരിക്കുന്നതിന് പകരം തെറ്റ് തിരുത്താൻ കേരളത്തിലെ പോലീസ് തയ്യാറാകണം. ആരോഗ്യമന്ത്രി വ്യക്തിപരമായി ഗവൺമെന്റ് തലത്തിലും അതിന് നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മന്ത്രിക്കും ഗവൺമെന്റിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് പരാതി കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അതേ ആവശ്യം തന്നെയാണോ മന്ത്രിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും കേസ് എന്നുള്ളത് പാർട്ടിയുടെ ആവശ്യം തന്നെയാണോ? അന്വേഷിക്കട്ടെ. അതിന് പരാതിക്കാരന് അത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ. നമുക്ക് ഒരു കാര്യം, കള്ളപ്രചരണമാണ് ഇതിന്റെ ആകത്തുക. മന്ത്രിയുടെ നിങ്ങളെ വിഷ്വൽസിൽ നിന്ന് കാണാം, അവർ ആക്രോശിച്ചാണ്. പോലീസിന് നേരെ അവർ കയർക്കുകയായിരുന്നു, കേസ് പ്രവർത്തകർക്കെതിരെ കയർക്കുകയായിരുന്നു. അപ്പൊ അവരെ നിയന്ത്രിക്കാൻ പോലീസുകാര്, വനിതാ പോലീസും പുരുഷ പോലീസും അവരെ നിയന്ത്രിക്കാൻ, അവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാകാം, അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴൊക്കെ അവരെവിടെയാ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവരെ തിരുവനന്തപുരത്തേക്കോ എറണാകുളത്തേക്കുള്ള യാത്ര ലക്ഷ്യം വെച്ച് അവർ നടന്നു നീങ്ങി. പിന്നീടാണ് അതിനെ നിയമത്തിന്റെ ഭാഷയിലും രാഷ്ട്രീയത്തിന്റെ ഭാഷയിലും പറഞ്ഞാൽ ആഫ്റ്റർ തോട്ട്, പുനർവിചിന്തനം, രണ്ടാമത്തെ ഒരു നിർദ്ദേശമോ ചിന്തയോ ഉണ്ടായി. ആര് നിർദ്ദേശിച്ചു എന്ന് അവര് തന്നെ പറയട്ടെ. ഇങ്ങനെ ഒരു കള്ളക്കേസ് ഒരിക്കലും ഉണ്ടാക്കരുത്. ആരോഗ്യമന്ത്രി ഇല്ലാത്ത ഒരിക്കല് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിക്കരുത്, നാടകം കളിക്കരുത്. അവിടെ നിന്ന് സെൽഫി എടുത്തതിന്റെ വീഡിയോ ഒക്കെ ഇന്ന് വന്നിട്ടുണ്ടല്ലോ. അഭിനയിക്കരുത്. അതിന്റെ പേരിൽ എത്ര ഓഫീസുകൾക്ക് നേരെ അക്രമം ഉണ്ടായി. KSU പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായി. മന്ത്രി ഉത്തരവാദിത്വം പറയണം. അങ്ങനെ നിങ്ങൾക്ക് സംശയമുണ്ടോ? അങ്ങനെ സംശയമുണ്ടോ? അതന്വേഷിക്കാം. അന്വേഷിക്കുന്നത് വളരെ നല്ലതാ. ആദ്യം സമ്മതിക്കട്ടെ ഇത് എന്തായിരുന്നു നീ കള്ളത്തരം. പിന്നീട് ആരാന്റെ ഉത്തരവാദി? കള്ളത്തരത്തിന് ഇങ്ങനെ നിർദ്ദേശം നൽകിയത് ആരാണ്? സ്വന്തം അവർ ചെയ്യാൻ അത്രയും കാര്യമില്ല. രാഷ്ട്രീയത്തിൽ അത്രയല്ലേ. രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയ്ക്ക് ജനപ്രതിനിധിയായിട്ടും മന്ത്രിയായിട്ടും പരിചയമുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകയായിട്ട് അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു കള്ളക്കേസ്, ഒരു നാടകം അരങ്ങേറ്റം സാധ്യത കുറവാണ്. ആരെങ്കിലും അത് പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കേരള രാജ്യമല്ലേ, കേരള സംസ്ഥാനമല്ലേ. KSUവിന്റെ നേതാക്കന്മാർ കേരളത്തിൽ മുഴുവൻ പോകാൻ പഠിക്കുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ കോഴിക്കോട് പഠിച്ചവരല്ലേ, തിരുവനന്തപുരത്ത് പഠിച്ചവരല്ലേ. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തൂലേ. ഇന്ത്യ രാജ്യത്ത് എവിടെയും പോകാൻ പാടില്ലേ. ഈ കുട്ടീനെ പാലയാട് കുട്ടി താമസിക്കുന്ന ഹോസ്റ്റലിൽ കയറി അടിച്ച് പരിക്കേൽപ്പിച്ച് അവന്റെ ഐഫോൺ അടക്കം അടിച്ചു തകർത്തതാണ് കഴിഞ്ഞ 6 മാസം. ഈ 2021 മന്ത്രിക്ക് കഴുത്തിന് ചെറിയ ബുദ്ധിമുട്ടുകളുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ മന്ത്രി അത്തരത്തിൽ ഈ ബാങ്ക് ഇട്ടിട്ടാണ് പരിപാടിയിലൊക്കെ അന്ന് പങ്കെടുത്തത്. അപ്പോ ഒരുപക്ഷെ ഈ തിക്കിന്റെയും തിരക്കിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൂടായില്ലല്ലോ. പരിക്കില്ല, അതൊരു അഭിനയമാണെന്ന് പറയുന്നത് ഒരു അധിക്ഷേപം കൂടിയല്ലേ? അല്ലല്ല, അതാണ് കറക്റ്റ്. മന്ത്രിക്ക് പരിക്കേൽപ്പിച്ച ചിത്രമില്ല. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ കേസ്. പോലീസുകാരുടെ സംരക്ഷണത്തിലായിരുന്നു മന്ത്രി. KSU പ്രവർത്തകരെ പോലീസ് വളഞ്ഞു പിടിച്ചു. KSU പ്രവർത്തകർക്ക് മന്ത്രിയുടെ അടുത്തേക്ക് എടുക്കാൻ സാധിച്ചിട്ടേ ഇല്ല. മന്ത്രി നടന്നു നീങ്ങി. പരിക്കുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ സാധാരണഗതിയിൽ പരിക്കുണ്ടെങ്കിൽ എന്തു വേണം? ഒരു കരുവാളിപ്പോ, ഒരു പോർലോ, ഒരു നീർക്കെട്ടോ. ആദ്യം പോർലോ കാണിച്ചു, ഒരു വീർക്കലോ കാണിച്ചെവിടെയാ? കയ്യെ കാണിച്ചു. അത് നേരത്തെയുള്ള പ്രയർ സംഭവമാണ്. അപ്പൊ കള്ളക്കഥകൾ ഒന്നൊന്നായി പൊളിയുന്നത് ഞങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പൊ നേരത്തെ മുന്നേ ഉണ്ടാ. കയ്യെ കണ്ടത് മുന്നേ, അതൊക്കെ ശരിയാണ്. കയ്യെ കണ്ടത് മുന്നേ ഉണ്ടായതാണ് എന്നതുപോലെ കഴുത്തിന് മുന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. എന്തിനാ? നത്തിങ് ഹാപ്പൻസ് ദയർ. അതുകൊണ്ട് അത് അഭിനയം എന്താന്ന് പറയുന്നതിനെ അഭിനയം വിശദീകരിച്ചു തരാം. അത് വിശദീകരിച്ചു തരാം. അഭിനയം വിശദീകരിച്ചു തരാം.
KSU പ്രവർത്തകര് മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് കള്ളക്കേസ് എടുത്തു. മന്ത്രിയെ ആക്രമിച്ചു എന്ന് കള്ളക്കേസ് എടുത്തു. കള്ളപ്രചാരണം നടത്തി ആക്രമിച്ചു എന്ന്. അതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. അതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ സംഭവിക്കുന്നു. ഇവര് കേസെടുത്തിട്ടുണ്ട്, വധശ്രമത്തിനാണ് കേസ്. അപ്പൊ മന്ത്രി ആരും പക്ഷെ പരിക്കില്ല എന്ന് എങ്ങനെയാണ് അവർ കാര്യം പറഞ്ഞുതരാം. പരിക്കുണ്ടെന്ന് പറയുന്ന ആളുകൾ പരിക്ക് കാണിക്കണം. പരിക്ക് നീർക്കെട്ടെന്ന് പറയുന്നത് കഴുത്തിൽ കാണിക്കണം. അങ്ങനെ ഒരു അക്രമത്തിൽ പരിക്ക് പറ്റിയാൽ ആ പരിക്ക് ദൃശ്യമാണ്. ഞാൻ കുറച്ചാൾ കോടതിയിൽ കൂടെ പോയിട്ടുണ്ട്. ഒരു മെഡിക്കൽ എവിഡൻസ് എന്താണ്? അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഒരു പോർ നിങ്ങൾ തന്നെ വാദിക്കുന്നത് എന്താണ്? നേരത്തെയുള്ള അസുഖം മൂർച്ഛിച്ചെങ്കിൽ അതിന് വേറെ ചികിത്സ. അതിന് കള്ളപ്രചരണമല്ല. നിങ്ങൾ വാദിച്ചെന്താ? നേരത്തെ അസുഖം ഉണ്ടായിരുന്നു, കഴുത്തിന് നേരത്തെ പരിക്കുണ്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് കഴുത്തിന് അസുഖം ഉണ്ടായിരുന്നു നിങ്ങൾ തന്നെ പറഞ്ഞു. പോലീസ് പിടിവലിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാ, എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ. അവിടെ ഒറ്റ കാര്യം ഞങ്ങൾക്ക് ലോകത്തിന്റെ മുൻപിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചത് അവർക്ക് നിഷേധിക്കാൻ സാധിക്കാത്തതും KSU പ്രവർത്തകര് മന്ത്രിയെ യാതൊരു തരത്തിലും പരിക്കേൽപ്പിച്ചിട്ടില്ല. KSU പ്രവർത്തകരുടെ അക്രമം കൊണ്ട് മന്ത്രിക്ക് യാതൊന്നും ഉണ്ടായിട്ടില്ല, ഒരക്രമം ഉണ്ടായിട്ടില്ല. പോലീസ് മന്ത്രിയെ പിടിച്ചിട്ടുണ്ട്. മന്ത്രി ആക്രോശിക്കുന്നത് നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ആ പറയുന്ന കാര്യം അംഗീകരിച്ചുകൊണ്ട് പറയാണ്. ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്, ഇപ്പൊ പറഞ്ഞ വാദം ശരിയാണ്. പക്ഷെ മന്ത്രിക്ക് ഒരു തരത്തിൽ പരിക്കില്ല, മന്ത്രിയുടെ അഭിനയമാണ് എന്ന് പറയുന്നതിന് യുക്തി എന്താണെന്ന് ആ കാര്യങ്ങളെ കൂട്ടി വായിക്കണം. മന്ത്രി ഈ സംഭവം കഴിഞ്ഞ് നേരെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് യാത്രയ്ക്ക് തുടർന്നു. ഉടൻ തന്നെ പെട്ടെന്ന് വീൽ ചെയർ കൊണ്ടുവന്ന് തിരിച്ചു. സ്പീക്കറായിട്ട് സംസാരിച്ചു. അത്രയും ഞാൻ പറയുന്നില്ല. സംസാരിച്ചെന്താന്ന് എനിക്കറിയാത്തതുകൊണ്ട്, ഞാൻ കേൾക്കാത്തതുകൊണ്ട്. അപ്പൊ മന്ത്രിക്ക് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നില്ലാത്ത കഴുത്തിന്റെ വേദന, സംഭവ സ്ഥലത്തില്ലാത്ത കഴുത്തിന്റെ വേദനയെ കുറിച്ചാണ് ഞാൻ അതിന് ആഫ്റ്റർ തോട്ട്സ്